കോട്ടയം ജില്ലയിലെ ഇടമറുകെന്ന ഗ്രാമത്തിൽ തെങ്ങുപള്ളി ജോസഫ് ജോണിൻ്റെയും റോസമ്മ ജോസഫിൻ്റെയും മൂത്ത മകളായും സിസ്റ്റർ മാഗ്ദലിൻ മിനി ബെന്നി എന്നിവരുടെ മൂത്ത സഹോദരിയായും 1969 ജൂൺ 8 ജോളി ടി ജോസഫ് ജനിച്ചു. വാകക്കാടിൽ സെയിൻറ് അൽഫോൻസ ഗേൾസ് ഹൈസ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസവും കാഞ്ഞിരപ്പള്ളി സെയിൻറ് ഡൊമിനിക് കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രിയും മുത്തോലി സെയിൻറ് ജോസഫ് TTIയിൽ നിന്ന് TTCയും കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദവും കരസ്ഥമാക്കി. 1990-91 അധ്യയന വർഷത്തിൽ തൻ്റെ 21-ാം വയസ്സിൽ ഫോർമേഷൻ കാലഘട്ടത്തിലായിരുന്ന സിസ്റ്റർ ജോളി ടി ജോസഫ് ലീവ് വേക്കൻസിയിൽ പള്ളിപ്പുറം സെൻറ് മേരീസ് LPSൻ്റെ ഭാഗമായി മാറി. 1992 നവംബറിൽ ആദ്യവ്രത വാഗ്ദാനവും സഭാവസ്ത്ര സ്വീകരണവും നടത്തി. ഡിസംബർ മുതൽ തുടർച്ചയായ സേവനത്തിലേക്ക് പ്രവേശിച്ചു. LP വിഭാഗം എല്ലാ ക്ലാസുകളിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിലും 4-ാം ക്ലാസ്സിൽ പരിസര പഠനം, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളാണ് ദീർഘകാലം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അധ്യാപികയായി തുടരുമ്പോഴും ഈ വിദ്യാലയത്തിൻ്റെ അക്കാദമികവും ഭൗതികവുമായ വളർച്ചയ്ക്ക് ചുക്കാൻ പിടിക്കാൻ സിസ്റ്ററിന് കഴിഞ്ഞിരുന്നു എന്നതിന് തെളിവാണ് 2011 വിദ്യാലയത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തിനു ശേഷം ഫ്ലോർ ടൈലിടാൻ മുൻകൈയെടുത്ത് അത് പൂർത്തീകരിച്ചത്. നീണ്ട 28 വർഷത്തെ അധ്യാപന സേവനത്തെ തുടർന്ന് 2020 ജൂൺ മാസം പള്ളിപ്പുറം സെൻറ് മേരീസിൻ്റെ അമരക്കാരിയായി സിസ്റ്റർ ചുമതലയേറ്റു. ഇതേ വർഷം തന്നെ കിങ് ലോങ് ഹാർഡ്വെയർസിൻ്റെ സഹായത്തോടെ വിദ്യാലയം മുഴുവൻ പുതുക്കിപ്പണിയാൻ നേതൃത്വം നൽകി. അതോടൊപ്പം എറണാകുളം അങ്കമാലി കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ സഹായത്തോടെ സ്കൂളിൻ്റെ ചുറ്റുമതിൽ പണി പൂർത്തിയാക്കുകയും ചെയ്തു. 2021 പ്രീ പ്രൈമറി ക്ലാസുകൾ സ്കൂളിൽ ആരംഭിക്കുകയും അതിൻ്റെ സുഗമമായ വളർച്ചയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തു. 2022 റവറൻ ഫാദർ പോൾ പതിയാമൂലയുടെ ഒപ്പം ചേർന്ന് കുട്ടികൾക്ക് വിനോദത്തിനാവശ്യമായ കിഡ്സ് പാർക്ക് നിർമ്മിക്കുന്നതിന് സിസ്റ്റർ നേതൃത്വം വഹിച്ചു. COVID-19 വിറങ്ങലിച്ചു നിന്ന വിദ്യാലയത്തിനും കുട്ടികൾക്കും പുത്തൻ ഉണർവോടെ മുന്നേറാൻ വേണ്ട കൈത്താങ്ങായി സിസ്റ്റർ ഒപ്പമുണ്ടായിരുന്നു. തന്നോടൊപ്പം പ്രവർത്തിച്ച അധ്യാപകരെല്ലാം സ്ഥലം മാറിയും റിട്ടയർഡായും പിരിഞ്ഞപ്പോഴും അവർക്ക് പകരമായി വന്നു ചേർന്ന യുവ അധ്യാപകരെ ഇരുകൈകൾ നീട്ടി സ്വീകരിക്കുകയും യുവതലമുറയോടും അവരുടെ ചിന്താഗതികളോടും ഒപ്പം ചേർന്ന് പ്രവർത്തിക്കാനും സിസ്റ്ററിന് കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്കും അധ്യാപകർക്കും നൽകുന്ന അതേ പ്രാധാന്യത്തോടെ തന്നെ വിദ്യാലയത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അനധ്യാപകരെയും രക്ഷകർത്താക്കളെയും ഇഴ ചേർത്ത് കൊണ്ടുപോകുവാൻ സിസ്റ്ററിന് സാധിച്ചു എന്നുള്ളത് അഭിമാനകരമാണ്. ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളുമായും റിട്ടയറായ അധ്യാപകരുമായും ഇപ്പോഴും ഊഷ്മളമായ ബന്ധം സിസ്റ്റർ നിലനിർത്തുന്നുണ്ട്. ഇത്തരത്തിൽ നീണ്ട 33 വർഷത്തെ അധ്യാപന ജീവിതത്തിലുടനീളം ഈ വിദ്യാലയത്തിൻ്റെ അക്കാദമികവും സാമൂഹികവും സാംസ്കാരികവും ഭൗതികവുമായ വളർച്ചയ്ക്ക് ഈ നാടിൻ്റെയും ഇടവകയുടെയും സർവോത്മുഖമായ വളർച്ചയ്ക്കും വേണ്ടി സിസ്റ്റർ വഹിച്ച പങ്ക് സ്തുത്യർഹമാണ്. അതോടൊപ്പം ജോളി സിസ്റ്ററിൻ്റെ 33 വർഷത്തെ അധ്യയന ജീവിതം സുഗമമാക്കാനും സമ്പൂർണ്ണമാക്കാനും എറണാകുളം അങ്കമാലി കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി വഹിച്ച പങ്ക് വളരെ വലുതാണ്. ദൈവം കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളിൽ ജോളി സിസ്റ്ററിലൂടെ ഈ വിദ്യാലയത്തിനായി ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി. അതോടൊപ്പം തുടർന്നുള്ള ജീവിതത്തിൽ തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യങ്ങൾ പരിപൂർണതയിലെത്തിക്കുവാൻ വേണ്ട അനുഗ്രഹം സർവശക്തൻ സിസ്റ്ററിന് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ യാത്രാമംഗളങ്ങളും നേരുന്നു.